തൃണമൂൽ കോൺഗ്രസിലെ ഭിന്നതയിൽ വിമതർക്കെതിരെ ആഞ്ഞടിച്ച് ലോക്സഭാംഗം മഹുവ മൊയ്ത്ര 41% വോട്ടുകൾ ലഭിച്ചത് മമതാ ബാനർജിയുടെ മുഖത്തിനും തൃണമൂലിന്റെ ചിഹ്നത്തിനുമെന്ന് മഹുവ മൊയ്ത്രയുടെ പ്രതികരണം. വിമതർക്ക് പ്രത്യേക ഗ്രൂപ്പ് രൂപീകരിക്കാനാകില്ലെന്ന് മഹുവ മൊയ്ത്ര പറയുന്നു. ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ ചെയ്യുന്നു. ബൽറാം, ഈ തൃണമൂലിന്റെ ഉള്ളിലെ പോരത് കടുക്കുകയാണ്. ഈ വിമതപക്ഷം ഔദ്യോഗിക പക്ഷമായി മാറാനുള്ള സാധ്യതകൾ ഏറെക്കുറെ ഏറുന്നു. അത് MLA-മാരുടെ പിന്തുണയിലായാലും MP-മാരുടെ പിന്തുണയിലായാലും. സുഹൈൽ, കഴിഞ്ഞ ദിവസം ഉണ്ടായ നാടകീയമായ നീക്കങ്ങൾ വിമതർ MLA-മാരിലെ ബഹുഭൂരിപക്ഷവും 2 പേരും ഋതബ്രത ബാനർജിയെ പിന്തുണച്ച് രംഗത്തെത്തിയതോടുകൂടിയാണ് തൃണമൂൽ കോൺഗ്രസിലെ പിളർപ്പ് അത് പ്രകടമായി മാറിയത്. ഇനി MP-മാരുടെ നിലപാടാണ് അറിയാനുള്ളത്. മമതയ്ക്കൊപ്പം ഇതുവരെയും ഉണ്ടായിരുന്നത് വിരലിൽ എണ്ണാവുന്ന ലോക്സഭ രാജ്യസഭ MP-മാർ മാത്രമായിരുന്നു. എന്നാൽ ഇന്ന് മമതയുടെ ഏറ്റവും വിശ്വസ്ത എന്ന് നേരത്തെ അറിയപ്പെട്ടിരുന്ന മഹുവ മൊയ്ത്രയാണ് ഈ വിമത നേതാക്കൾക്കെതിരെ തുറന്നടിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 41% വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ആ വോട്ടുകൾ ലഭിച്ചത് ഒരു ഹനുമാനിയും കണ്ടല്ല, മറിച്ച് മമതാ ബാനർജിയുടെ മുഖത്തിനും തൃണമൂൽ കോൺഗ്രസിന്റെ ചിഹ്നത്തിനും ലഭിച്ച വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ മമതയുടെ സംഭാവനകളെ ആർക്കും തള്ളിക്കളയാൻ കഴിയില്ല എന്നും വിമതർക്ക് പ്രത്യേക ഗ്രൂപ്പായിരിക്കാൻ കഴിയില്ല എന്നുമാണ് മഹുവ മൊയ്ത്ര പ്രതികരിച്ചിരിക്കുന്നത്. കൂടുതൽ പേർ ഇനി മമതയെ പിന്തുണച്ച് രംഗത്തെത്തുമോ എന്നുള്ളത് തന്നെയാണ് ഇനി അറിയേണ്ടത്. പ്രത്യേകിച്ച് 23 ലോക്സഭാ അംഗങ്ങളിൽ ഒരാൾ മാത്രമായിരുന്നു കഴിഞ്ഞ ദിവസം മമതയ്ക്കൊപ്പം ഉണ്ടായിരുന്നത്. രാജ്യസഭാ അംഗങ്ങളിലാകട്ടെ 13-ൽ 5 പേർ മാത്രവും. അതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പേരെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് ഡെറിക് ഒബ്രൈന്റെ നേതൃത്വത്തിൽ. ഈ ഒരു നീക്കങ്ങൾ ഫലം കാണുമോ എന്നാണ് അറിയേണ്ടത്. ഈ MP-മാരിലെ ഭൂരിപക്ഷവും മറുപക്ഷത്തെത്തിയാൽ, വിമതപക്ഷത്തെത്തിയാൽ മമതയ്ക്ക് പാർട്ടിയും ചിഹ്നവും നഷ്ടമാകുന്ന സാഹചര്യമുണ്ടാകും. അത് ഒഴിവാക്കാൻ MP-മാരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുഹൈൽ, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.